തിരുവനന്തപുരം വഞ്ചിയൂർ കൊലപാതകത്തിൽ 4 ആയുധങ്ങൾ കൂടി കണ്ടെടുത്തു. പ്രതികളിൽ ഒരാളായ വിനീതാണ് ആയുധങ്ങൾ ഒളിപ്പിച്ചത്. വിനീതിനെ പുലിയനാർ കോട്ടയിലെത്തിച്ച് തെളിവെടുത്തു. കൈതമുക്ക് സ്വദേശി വിശാഖാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കറാണ് ചേരുന്നത്. കമലേഷ്, ഈ ഘട്ടത്തിലും ഇവരുടെ ഈ മൊഴിയെടുക്കുന്നതൊക്കെ പുരോഗമിക്കുകയാണോ? വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്ഷയ്, തീർച്ചയായും ഈ കേസിൽ 4 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അവരെ ഈ ആയുധങ്ങൾ കണ്ടെത്തുന്നതിന് ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ ലഭിച്ച 3 ആയുധങ്ങൾ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിനീത് എന്ന മറ്റൊരു പ്രതിയാണ് ഈ ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത്. പുലയനാർ കോട്ടയിൽ വെച്ച് ഈ വിനീതിനെ കൊണ്ട് ചെന്ന് ഈ ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 4 വെട്ടുകത്തികളാണ് ഇന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇത് കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തികളാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത്, അതായത് ഇത് വ്യക്തിവൈരാഗ്യത്തിന്റെ അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് ACP ശംഖുമുഖം ACP അലക്സാണ്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 4 പ്രതികളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം നേരത്തെ തന്നെയുള്ള മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ അല്ല ഈ പ്രതികൾ ഇയാളെ വെട്ടിയിട്ടുള്ളത് എന്നതാണ്. രക്തം വാർന്നാണ് വിശാഖ് മരണപ്പെട്ടിട്ടുള്ളത്. കൈക്കും അതുപോലെ തന്നെ കാലിനും മാത്രമാണ് വെട്ടേറ്റിട്ടുള്ളത്. അതൊന്ന് തലയിലോ മുഖത്തോ കഴുത്തിലോ നെഞ്ചിലോ ഒന്നും വെട്ടേറ്റിട്ടില്ല. കയ്യിലും കാലിലും മാത്രമാണ് വെട്ടേറ്റത്. സ്വാഭാവികമായും കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയല്ല ഈ കൃത്യം നടന്നിട്ടുള്ളത് എന്നാണ് പോലീസ് ന്യായമായും സംശയിക്കുന്നത്. ഏതായാലും പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മുഖ്യ പ്രദീപുമായിട്ടാണ് ഈ കൊല്ലപ്പെട്ട വിശാഖിന് വ്യക്തിവൈരാഗ്യമുള്ളത്. അവർ തമ്മിലാണ് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കൊലപാതക കുറ്റം മുഖ്യപ്രതിയായിട്ടുള്ള പ്രദീപ് സമ്മതിച്ചിട്ടുണ്ട് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയാണ്.